പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2026 ഏപ്രിൽ മാസം 9-ാം തീയതി ഹല്ലേലൂയ വ്യാഴാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല ദിവസത്തിനായിട്ട്, നല്ല സമയത്തിനായിട്ട് നമുക്ക് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചില്ലേ? കരങ്ങളെ ഉയർത്തി കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞ്, കർത്താവെ നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്നതിനായിട്ട് സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഞങ്ങളെ ഉണർത്തിയതിനായിട്ട് സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തയേശുവിൽ നമ്മളെ ജയോത്സവമായി നടത്തുന്ന കർത്താവിന് കരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറ, കർത്താവിന് സ്തോത്രം 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 സ്തോത്രം. യഹോവ നല്ലവനല്ലോ, കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. ഒരിക്കലൂടെ കരങ്ങളെ ഉയർത്തി പറഞ്ഞാണ്ട്, എൻ്റെ കർത്താവ് നല്ലവനല്ലോ, കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. ഹല്ലേലൂയ ഹല്ലേലൂയ. സന്തോഷത്തോടെ സ്തോത്രം പറയാം. കർത്താവ് നല്ലവനാകുന്നു, കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകുന്നു. ഒന്നുകൂടെ പറഞ്ഞ്, കർത്താവ് നല്ലവനാകുന്നു, കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകുന്നു. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം, 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 നന്ദിയോടെ സ്തോത്രം. ആമേൻ. യഹോവയെ സ്തുതിപ്പീൻ എൻ മനമേ, യഹോവയെ സ്തുതിക്കുക. ജീവനുള്ളെന്നും ഞാൻ യഹോവയെ സ്തുതിക്കും. ഞാനുള്ള കാലത്തോളം എൻ്റെ ദൈവത്തിന് കീർത്തനം ചെയ്യും. നിങ്ങൾ പ്രഭുക്കന്മാരിൽ ആശ്രയിക്കരുത്, സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യപുത്രനിലും ആശ്രയിക്കരുത്. 146-ാം സങ്കീർത്തനമാണ്. അവൻ്റെ ശ്വാസം പോകുന്നു, അവൻ മണ്ണിലേക്ക് തിരിയുന്നു, അന്ന് തന്നെ അവൻ്റെ നിരൂപണങ്ങൾ നശിക്കുന്നു. യാക്കോബിൻ്റെ ദൈവം സഹായമായി, തൻ്റെ ദൈവമായ യഹോവയിൽ പ്രത്യാശയുള്ളവൻ ഭാഗ്യവാൻ. കർത്താവ് ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലവും ഉണ്ടാക്കി. കർത്താവ് എന്നേക്കും വിശ്വസ്തത കാക്കുന്നു. നമ്മുടെ കർത്താവ് ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലവും ഉണ്ടാക്കി. ആ കർത്താവിനെ നമ്മൾ ആരാധിക്കുന്ന ഈ പ്രഭാതത്തിൽ കർത്താവ് എന്നേക്കും വിശ്വസ്തത കാക്കുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായിട്ട് സ്തോത്രം. ഞങ്ങൾ ഒരുമിച്ച് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അങ്ങയുടെ സന്നിധിയിലേക്ക് അടുത്തു വരികയാണ്. അപ്പോൾ ഞങ്ങൾ ഈ ദിവസത്തെ 2026 ആമേൻ ഏപ്രിൽ മാസം ഹല്ലേലൂയ 9-ാം തീയതി യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് ഈ ദിവസത്തെ ഞങ്ങൾ കർത്താവിനായി വിശുദ്ധീകരിക്കുന്നു. യേശുവിൻ നാമത്തിൽ ഇതൊരു അനുഗ്രഹിക്കപ്പെട്ട ദിവസമായി മാറട്ടെ. അങ്ങയുടെ നാമം ഈ ദിവസത്തിലൂടെ മഹത്വീകരിക്കപ്പെടുവാൻ തക്കവണ്ണം അങ്ങ് ഞങ്ങളോട് കൃപ തോന്നുന്നതിനായിട്ട് സ്തോത്രം. അങ്ങയെ ഉയർത്തുവാൻ ഈ ദിവസം ഞങ്ങളെ ഉപയോഗിക്കുന്നതിനായിട്ട് സ്തോത്രം. അങ്ങയുടെ നാമം ഞങ്ങളിലൂടെ ഈ ദിവസം ഉയരട്ടെ. അങ്ങയുടെ നാമം ഞങ്ങളിലൂടെ മഹത്വീകരിക്കപ്പെടുവാൻ ഇടവരുന്നതിനായിട്ട് സ്തോത്രം. ആമേൻ. കർത്താവ് ഇത് ഞങ്ങൾക്കായി തന്ന ദിവസമാകിയാൽ സ്തോത്രം. ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരെയും നസറേനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവരുടെ കുടുംബജീവിതത്തെ അനുഗ്രഹിക്കുന്നു, ഇവർക്ക് ദാനം കൊടുത്ത കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുന്നു, ഇവരുടെ ശരീരത്തെ അനുഗ്രഹിക്കുന്നു, ഇവരുടെ ജോലിയെ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു, ഇവരുടെ ബിസിനസ്സുകളെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഇവർ ഏത് ദേശത്തിൽ നിന്ന് കേൾക്കുന്നു ആ ദേശത്ത് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. കർത്താവിൻ്റെ വലിയ സമാധാനം ഇവരുടെ ജീവിതത്തിൽ നിറയട്ടെ. യേശുവിൻ നാമത്തിൽ ദൈവിക സമാധാനം ഇവരിൽ നിറയട്ടെ. നസറേനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇവരുടെ ജീവിതത്തിൽ ദൈവിക സമാധാനവും സ്വസ്ഥതയും ആശ്വാസവും കൊണ്ട് നിറയട്ടെ. കർത്താവിൻ്റെ അത്ഭുതങ്ങൾ കാണുവാൻ കർത്താവിനെ ഒരുക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് എല്ലാ ആവശ്യങ്ങളുടെ മുഖത്തും ഇന്ന് ദൈവം ഞങ്ങളുടെ പിതാവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതം ചെയ്തിരിക്കുന്നതിനായിട്ട് സ്തോത്രം. ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തൻ്റെ കുഞ്ഞുങ്ങളുടെ എന്താവശ്യങ്ങളാണെങ്കിലും അതിന്മേൽ പിതാവേ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതം നടന്നതിനെ സ്തോത്രം. ഒരു സാക്ഷ്യത്തിൻ്റെ ദിവസമായി മാറട്ടെ. നിരവധി സാക്ഷ്യങ്ങൾ ഉളവാകുന്ന ദിവസമായി മാറട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിരവധി സാക്ഷ്യങ്ങൾ ഇന്നത്തെ പകൽക്കാലം തൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. കർത്താവ് പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. ലോകത്തെമ്പാടും കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നവരെ ഞങ്ങൾ ബ്ലസ് ചെയ്യുന്നു. കർത്താവിൻ്റെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവകൃപ നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ. കർത്താവ് അനുവദിക്കുന്ന പക്ഷെ നാളെ പ്രഭാതത്തിൽ രാവിലെ ഇന്ത്യൻ സമയം 8 മണിയോടുകൂടെ നമ്മുടെ സഭായോഗം ആരംഭിക്കും. ഇന്നത്തെ ദിവസം അതിനുവേണ്ടി നമ്മളെ തന്നെ പ്രിപ്പയർ ചെയ്യുക. ആമേൻ. അത് നമ്മളെ തന്നെ ഒരുക്കി വന്ന് സഭായോഗത്തിൽ പങ്കെടുക്കുമ്പോൾ അത് വലിയ അനുഗ്രഹമായി മാറും. അപ്പോൾ അതുകൊണ്ട് നിശ്ചയമായിട്ടും പ്രിയപ്പെട്ടവരെ, നാളത്തെ സഭായോഗത്തിന് വേണ്ടി ഒരുങ്ങി വരിക. അത് വളരെ അത്യാവശ്യമാണ്. ആമേൻ. ഒരു ദൈവിക ഇടപെടൽ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം. ആമേൻ. അപ്പോൾ ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ടാകണം. അപ്പം എവിടെ എക്സ്പെക്റ്റേഷൻ ഉണ്ടോ അവിടെയാണ് വിസിറ്റേഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ
അപ്പോൾ നമ്മൾ കർത്താവെ നാളെ ഞാൻ വെറുതെ പോവല്ല, ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നു കർത്താവിൻ്റെ ഒരു വിസിറ്റേഷൻ എൻ്റെ ലൈഫിൽ ഉണ്ടാകാൻ കർത്താവ് എന്നെ സഹായിക്കണമെന്ന് എക്സ്പെക്റ്റ് ചെയ്യണം. അതിനുവേണ്ടി ഇന്ന് പ്രാർത്ഥിക്കണം, അതിനുവേണ്ടി ഇന്ന് ഒരുങ്ങണം. എന്നിട്ട് വേണം കർത്താവ് അനുവദിക്കുന്ന പക്ഷം നാളത്തെ സഭായോഗത്തിൽ പങ്കെടുക്കുവാൻ. അത് നിങ്ങളുടെ ജീവിതത്തിൽ നിശ്ചയമായിട്ട് അനുഗ്രഹമാകും. നമ്മുടെ കൈകളെ ഉയർത്തി നമുക്ക് ഒരുമിച്ച് നാളത്തെ സഭായോഗത്തെ അനുഗ്രഹിക്കാം. അവിടെ എക്സ്പെക്റ്റേഷൻ ഉണ്ടെങ്കിൽ വിസിറ്റേഷൻ ഉണ്ടായിരിക്കും. പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. നാളത്തെ സഭായോഗം മഹത്വപൂർണ്ണമായി തീരട്ടെ, അത്ഭുതകരമായി തീരട്ടെ. ദൈവപ്രവൃത്തി കാണുവാൻ സഹായിക്കണം, ക്രിസ്തുയേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. നമ്മൾ സങ്കീർത്തനം 43-ന്റെ 4-ാമത്തെ ഭാഗം നമുക്ക് വായിക്കാം. ഞാൻ ദൈവത്തിൻ്റെ പീഠത്തിങ്കിലേക്ക്, എൻ്റെ പരമാനന്ദമായ ദൈവത്തിങ്കിലേക്ക് ചെല്ലും. ദൈവമേ, എൻ്റെ ദൈവമേ, കിന്നരം കൊണ്ട് ഞാൻ അങ്ങയെ സ്തുതിക്കും. ഹല്ലേലൂയ. മനോഹരമായൊരു സങ്കീർത്തനത്തിൻ്റെ ഭാഗമാണ്. ആമേൻ. അതായത് സങ്കീർത്തനക്കാരൻ്റെ ഒരു അസാധാരണമായ ഒരു ആത്മീക തീരുമാനമാണ് നമ്മളിവിടെ കാണുന്നത്. താൻ കൺഫ്യൂഷനിലൂടെ കടന്നു പോകുമ്പോൾ, താൻ ജീവിതത്തിൽ ചില പ്രഷർ അല്ലെങ്കിൽ ചില തരത്തിലുള്ള ആകുലതകൾ അനുഭവിക്കുമ്പോൾ, ഇൻജസ്റ്റിസ്, അനീതിപരമായ ചില കാര്യങ്ങൾ തൻ്റെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ, അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ ദൈവമായിരുന്നു. ഹിസ് ഫസ്റ്റ് റെസ്പോൺസ് ഈസ് ഗോ ടു ഗോഡ്. ദൈവത്തിങ്കിലേക്ക് പോകാം എന്നുള്ളതാണ് അദ്ദേഹം തീരുമാനിച്ചത്. നമുക്കറിയാം 43-ാം സങ്കീർത്തനം നമുക്കെല്ലാം വളരെ സുപരിചിതമായ സങ്കീർത്തനമാണ്. 43-ാം സങ്കീർത്തനത്തിൻ്റെ ആരംഭവാക്യങ്ങളിൽ നമ്മൾ കാണുന്നത് ഇതാണ്. അതായത് സങ്കീർത്തനക്കാരൻ, കർത്താവേ, എനിക്ക് ന്യായം പാലിച്ചു തരണമേ. അപ്പം ന്യായമില്ലാതിരിക്കുന്ന അനുഭവം, ഭക്തികെട്ട ജാതിയോട് എൻ്റെ ജീവിതത്തിൽ പല വ്യവഹാരങ്ങൾ നടക്കുന്നു. കർത്താവേ, എനിക്ക് എൻ്റെ വ്യവഹാരം നടത്തി തരണമേ. വഞ്ചനയും അനീതിയുള്ള മനുഷ്യൻ, അപ്പം താൻ പല വിഷയങ്ങളിൽ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു, അനീതി അനുഭവിച്ചിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ അദ്ദേഹം കർത്താവിനോട് പറയുക, അദ്ദേഹം തന്നെ ഒരു തീരുമാനം എടുക്കുക, ഞാൻ ദൈവത്തിൻ്റെ അടുക്കലേക്ക്, ദൈവത്തിൻ്റെ പീഠത്തിങ്കിലേക്ക്, പരമാനന്ദമായ ദൈവത്തിങ്കിലേക്ക് ചെല്ലും. അപ്പോൾ അവിടെ എന്തുവാ അതെന്ന് പറഞ്ഞാൽ, ദൈവത്തിങ്കിലേക്ക് ചെല്ലുക എന്ന് പറഞ്ഞാൽ ഞാൻ എന്നെ തന്നെ താഴ്ത്തി കർത്താവിൻ്റെ അടുക്കിലേക്ക് ചെല്ലുക. ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ചെല്ലുക എന്ന് പറഞ്ഞാൽ എൻ്റെ പെറ്റീഷൻ സമർപ്പിക്കാൻ, ഞാൻ പ്രാർത്ഥിക്കാൻ പോവുക. അമേൻ. അവിടെ എന്തോ സംഭവിക്കുന്നത്, അതൊരു എക്സ്ചേഞ്ച് പ്ലേസാണ്. അതായത് ഞാൻ എൻ്റെ ബലഹീനതകളെ, എൻ്റെ കഴിവുകേടുകളെ, എൻ്റെ ആവശ്യങ്ങളെ കർത്താവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുപോകുമ്പോൾ ദൈവത്തിൽ നിന്ന് ഞാൻ എന്ത് സ്വീകരിക്കുന്നു? ദൈവത്തിൽ നിന്ന് ഞാൻ ശക്തി സ്വീകരിക്കുന്നു, കൃപ സ്വീകരിക്കുന്നു, അവൻ്റെ സാന്നിധ്യം സ്വീകരിക്കുന്നു. ആമേൻ. പ്ലേസ് ഓഫ് ഡയറക്ഷനാണ്. എവിടോട്ട് ഞാൻ എന്ത് ചെയ്യണം, ഈ പ്രതിസന്ധിയുടെ നടുവിൽ ഞാൻ എന്ത് ചെയ്യണം എന്നുള്ളത് എനിക്ക് കാണിച്ചു തരുന്ന സ്ഥലമാണ് ആമേൻ ദൈവത്തിൻ്റെ സാന്നിധ്യം എന്ന് പറയുന്നത്. പക്ഷേ സാധാരണ ആമേൻ ഇതൊരു വിശ്വാസിയുടെ പക്വതയാണ് കാണിക്കുന്നത്. ഹല്ലേലൂയ. ആ പ്രോബ്ലംസ് അദ്ദേഹത്തെ ദൈവത്തിൽ നിന്ന് പുഷവേ ചെയ്തില്ല, മാറ്റിക്കൊണ്ടു പോയില്ല, പക്ഷേ ദൈവത്തിങ്കിലേക്ക് അടുത്തു കൊണ്ടുപോയി. എന്നാൽ ഇപ്പോഴത്തെ കാലത്ത് ആളുകൾ എന്ത് ചെയ്യും? മറ്റുള്ള മനുഷ്യരിലേക്ക് ഓടിച്ചെല്ലും, സോഷ്യൽ മീഡിയയിലേക്ക് ഓടിച്ചെല്ലും, ഭയങ്കരമായിട്ടിരുന്ന് ആകുലപ്പെടുവാൻ തുടങ്ങും, ഭയപ്പെടുവാൻ തുടങ്ങും. അയ്യോ ഇനി എന്തായിത്തീരുമെന്ന് ഭയങ്കര ഓവർ തിങ്കിങ് നടക്കും. പക്ഷേ സങ്കീർത്തനക്കാരൻ ഇതൊന്നും ചെയ്യാതെ സങ്കീർത്തനക്കാരൻ എന്ത് ചെയ്തു? ദൈവത്തിങ്കിലേക്ക് ഓടിച്ചെന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ ഇത് നമുക്കൊരു പ്രാക്ടിക്കൽ ലെസനാണ്. നമ്മളോട് ആമേൻ എബ്രായ ലേഖനത്തിൽ പറഞ്ഞു, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്ന് പിതാവിൻ്റെ വലത്തുഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുക. അതുകൊണ്ടാണ് പറഞ്ഞത്, ആമേൻ, കൃപ ലഭിപ്പാൻ, തത്സമയത്ത് സഹായം ലഭിപ്പാൻ ഓടിച്ചെല്ലുവാൻ നമുക്കും ഒരു നല്ല സ്ഥലമുണ്ട്. അത് നമ്മുടെ പിതാവിൻ്റെ സന്നിധിയാണ്. അവിടെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ട് സഹോദര, സഹോദരി, മാതാവേ, പിതാവേ, കുഞ്ഞെ, ഏത് വിഷയത്തിൻ്റെ മുമ്പിലും നീ എന്ത് ഭാരത്തിൽ നിന്നിരിക്കുന്നെങ്കിൽ ഓടിച്ചെല്ലുക കർത്താവിലേക്ക്. യേശുവേ എന്ന് വിളിച്ചുകൊണ്ട് ആ സിംഹാസനത്തിൻ്റെ അടുക്കലേക്ക് ചെല്ല്. അവൻ നിനക്ക് ന്യായം പാലിച്ചു തരും, അവൻ നിൻ്റെ വ്യവഹാരം നടത്തി തരും, അവൻ അനീതിയും വക്രതയുമുള്ള ജനത്തിൻ്റെ കയ്യിൽ നിന്നെ വിടുവിക്കും. നിൻ്റെ ആവശ്യങ്ങൾ എന്ത് തന്നെയാണെങ്കിലും അതിനകത്തുനിന്ന് ദൈവം നിനക്ക് അത്ഭുതകരമായി വിടുതൽ തരും. പക്ഷേ മനുഷ്യരുടെ മുഖത്തേക്ക് നോക്കി ഓടരുത്. സാഹചര്യം മറ്റുള്ളവരിലേക്ക് ഓടാതെ ഓടുക. ആരിലേക്ക്? കർത്താവിലേക്ക് ഓടിച്ചെല്ലുക. എന്നിട്ട് അവിടെ ഇരുന്ന് അങ്ങോട്ട് പറയുക, അപ്പാ, ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അങ്ങയുടെ അടുക്ക വരികയാണ്, എൻ്റെ മുമ്പിൽ ഇന്ന വിഷയങ്ങളുണ്ട്, അങ്ങ് എന്നെ സഹായിക്കണമെന്ന് പറയുമ്പോൾ ആമേൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് പ്രാർത്ഥന കേട്ട് മറുപടി തരും. ഫിലിപ്പിയ ലേഖനം പറഞ്ഞു, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാത്തിനും പ്രാർത്ഥിക്കും. അതുകൊണ്ട് ലോകത്തിലേക്കല്ല നോക്കേണ്ടത്, സോഷ്യൽ മീഡിയയിലേക്കല്ല നോക്കേണ്ടത്, കർത്താവിലേക്ക് നോക്ക്, നിൻ്റെ മുഖം ലജ്ജിച്ചു പോകുകയില്ല. ഇതൊരു ഭയങ്കര ഡിസിഷൻ ആയിരിക്കണം നമുക്കൊരു പാഠമായിരിക്കണം. ആമേൻ. സങ്കീർത്തനക്കാരൻ നമ്മളെ പഠിപ്പിക്കുക. ആമേൻ. ഞാൻ
എങ്ങോട്ട് ഓടി ചെല്ലും? ഞാൻ എൻ്റെ ദൈവത്തിങ്കിലേക്ക് ചെല്ലും. ഇന്ന് നമുക്കും പോകാൻ ധൈര്യമായിട്ട് പോകാം. സങ്കീർത്തനക്കാരൻ പോയതുപോലല്ല നമുക്ക് പോകാൻ. അവൻ യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ തളിക്കപ്പെട്ടവരായ, യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ കഴുകപ്പെട്ടവരായ നമുക്ക് ധൈര്യമായിട്ട് പിതാവിൻ്റെ അടുക്കിലേക്ക് ചെന്ന് പറയാം. അതുകൊണ്ട് സഹോദര, മാതാവേ, പിതാവേ, സഹോദരി, നിൻ്റെ വിഷയം എത്ര വലുതാണെങ്കിലും ഡോണ്ട് വറി. നിനക്ക് പിതാവിൻ്റെ വലത്തുഭാഗത്ത് ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഇരിപ്പുണ്ട്. അവൻ നമുക്ക് വേണ്ടി സദാപക്ഷപാതം ചെയ്തു. ഓടിച്ചെല്ലുക, പ്രശ്നങ്ങളുടെ പരിഹാരം നേടുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് മനുഷ്യനിലേക്കല്ല ഓടേണ്ടത്, ലോകത്തിലേക്കല്ല ഓടേണ്ടത്, കർത്താവിലേക്ക് തന്നെ ചെല്ലും. വാട്ട് എവർ ഈസ് യുവർ ഇഷ്യൂസ്. അവൻ കുടുംബജീവിതത്തിലാണോ, കുഞ്ഞുങ്ങളിലാണോ, ജോലിയിലാണോ, സമ്പത്തിലാണോ, എന്തോ ആയിക്കോട്ടെ, ഓടിച്ചെല്ലപ്പൻ്റെ അടുക്കിലേക്ക്. കേട്ടോ, കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആ വാതിൽ ദൈവത്തിൻ്റെ പൈതലെ നിനക്ക് വേണ്ടി തുറക്കപ്പെട്ട് കിടക്കുക. യേശു ക്രിസ്തുവിലൂടെ അത് തുറക്കപ്പെട്ട് കിടക്കുക. കാൽവരി ക്രൂശിൽ യേശു യാഗമാകുമ്പോൾ ആ ആലയത്തിൻ്റെ തിരശ്ശീല മുകളിൽ നിന്ന് താഴോട്ട് കീറിപ്പോയി എന്ന് തിരുവെഴുത്ത് പറയുന്നത്. അതെന്തിനു വേണ്ടിയാണ്? നമുക്കുള്ള പ്രവേശന അനുമതി തരികയായിരുന്നു. അതുകൊണ്ട് ധൈര്യമായിട്ട് പ്രവേശിച്ചാട്ടെ. ആ പീഠത്തെങ്കിൽ, കർത്താവ് ദൈവത്തിൻ്റെ പീഠത്തെങ്കിലിരുന്ന് യേശു ക്രിസ്തു മുഖാന്തരം നമ്മുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടെ അറിയിച്ചാട്ടെ. അവിടെ വിടുതലുണ്ടായിരിക്കും, അവിടെ സൗഖ്യമുണ്ടായിരിക്കും, അവിടെ ആശ്വാസം ഉണ്ടായിരിക്കും. വിശ്വസിക്കുക, ആ നാമത്തിൽ അത്ഭുതം നടക്കും. കേട്ടോ, കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കരങ്ങളെ ഉയർത്തി പറഞ്ഞാട്ടെ. ആമേൻ. യേശു എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും. എൻ്റെ പാനപാത്രം നിറഞ്ഞവയും നന്മയും കണ്ണ് എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. എന്നിട്ട് കരങ്ങൾ ഉയർത്തി പറഞ്ഞു, നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ചു പെരുകും. വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. ഈ മാസത്തിൻ്റെ പ്രത്യേകത എന്തോ? സാക്ഷ്യത്തിൻ്റെ മാസമാണ്. ഇന്ന് ഒത്തിരി സാക്ഷ്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകും. കർത്താവ് അനുഗ്രഹിക്കട്ടെ.